ഒരു നടിയുടെ ഒന്നോ രണ്ടോ സിനിമ വിജയിച്ചാൽ അവരെ താരമെന്ന് വിളിച്ചേക്കാം. അതിൽ കൂടുതൽ സിനിമകൾ തുടർച്ചയായിട്ട് വിജയിക്കുമ്പോൾ അവർ സൂപ്പർ സ്റ്റാർ ആയേക്കാം. എന്നാൽ ഒരു നടി 20 വർഷത്തോളം മലയാള സിനിമയെ ഭരിച്ചാലോ, ഒരു നായകനൊപ്പം അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയാലോ, സ്വന്തം കാലത്ത് നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയ അപൂർവ നടിയായാലോ, അങ്ങനെയൊരു പേരാണ് ഷീല. മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അധ്യായം ഷീല. പക്ഷേ ഈ ഇതിഹാസത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു പെൺകുട്ടി മലയാള സിനിമയുടെ മുഖമായി മാറിയത്? ആ കഥയിലേക്ക് പോകാം. 1945 മാർച്ച് 24 കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കണിമംഗലത്താണ് ഷീല ജനിച്ചത്. പിതാവ് കണിമംഗലം ആന്റണി ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് ഗ്രേസി. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവിന്റെ ജോലിയുടെ ഭാഗമായി നിരന്തരം സ്ഥലം മാറി താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഷീലയുടെ ബാല്യം ഒരു സ്ഥലത്ത് മാത്രമായിരുന്നില്ല. തിരുവനന്തപുരം, തൃശൂർ, ഊട്ടി, തിരുച്ചിറപ്പള്ളി, സേലം, കോയമ്പത്തൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലായാണ് അവർ വളർന്നത്. അതുപോലെ തന്നെ പഠനവും പല സ്കൂളുകളിലായി പൂർത്തിയാക്കി. പിന്നീട് ഒരു അഭിമുഖത്തിൽ ഷീല പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഓരോ സ്ഥലവും എനിക്ക് പുതിയ ജീവിത പാഠങ്ങൾ തന്നു. പുതിയ മനുഷ്യരെയും പുതിയ ഭാഷകളെയും പുതിയ സംസ്കാരങ്ങളെയും പരിചയപ്പെടുത്തി. ആ അനുഭവങ്ങൾ പിന്നീട് അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് വലിയ ആഴം നൽകിയെന്നാണ് സിനിമാ നിരൂപകർ വിലയിരുത്തുന്നത്. ഷീലയ്ക്ക് വെറും 13 വയസ്സ് മാത്രമായിരുന്നു. അപ്പോഴാണ് തമിഴ് സിനിമയിലെ പ്രശസ്ത നടൻ SS രാജേന്ദ്രൻ അവരുടെ അഭിനയ പ്രതിഭ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ SSR നാടകമണ്ഡലത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. ആദ്യ നാടകങ്ങളിൽ ഒന്നായ തെൻപാണ്ടി വീരൻ എന്ന നാടകത്തിൽ ഷീലയുടെ പ്രകടനം വലിയ ശ്രദ്ധ നേടി. ആ നാടകത്തിന്റെ ആദ്യ പ്രദർശനം കാണാൻ എത്തിയവരിൽ 2 പ്രമുഖരും ഉണ്ടായിരുന്നു. ഒരാൾ പ്രശസ്ത സംവിധായകൻ TR രാമണ്ണ, മറ്റൊരാൾ പിന്നീട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MG രാമചന്ദ്രൻ. നാടകം അവസാനിച്ചപ്പോൾ MGR ഒരു കാര്യം പറഞ്ഞു: ഈ കുട്ടിക്ക് സിനിമയിൽ വലിയ ഭാവിയുണ്ട്. ആ വാക്കുകൾ വെറും പ്രശംസയായിരുന്നില്ല, അത് ഷീലയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച നിമിഷങ്ങളായിരുന്നു. സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് വെറും 17-ാം വയസ്സിലായിരുന്നു. തമിഴ് ചിത്രം പാസം. ഈ ചിത്രത്തിൽ നായകൻ MG രാമചന്ദ്രനായിരുന്നു. ഷീലയുടെ അഭിനയത്തിൽ ആകൃഷ്ടനായ MGR അവരുടെ പേരിനൊപ്പം ദേവി ചേർത്ത് ഷീലാദേവി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് തമിഴ് സിനിമകളിൽ കുറച്ചു കാലം ആ പേരിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് വീണ്ടും ഷീല എന്ന പേരിലേക്ക് മടങ്ങി. എന്നാൽ അതേ സമയത്ത് മറ്റൊരു നിർണായക സംഭവവും നടന്നു. വിജയവാഹിനി സ്റ്റുഡിയോയിൽ പാസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മലയാള സിനിമയുടെ പ്രമുഖ സംവിധായകനും കവിയുമായിരുന്ന P ഭാസ്കരൻ പുതിയൊരു നായികയെ അന്വേഷിക്കുകയായിരുന്നു. ഷീലയെ കണ്ട ഉടൻ തന്നെ അദ്ദേഹം തന്റെ പുതിയ മലയാള ചിത്രത്തിലേക്ക് ക്ഷണിച്ചു. ആ സിനിമയായിരുന്നു ഭാഗ്യജാതകം. 1962 നവംബർ 16 റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ നായകൻ സത്യനായിരുന്നു. ഇതായിരുന്നു ഷീലയുടെ ആദ്യ മലയാള ചിത്രം. ആദ്യ സിനിമ തന്നെ വൻ വിജയമായി. ആ സ്വാഭാവിക അഭിനയം മലയാള പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ആരും അന്ന് കരുതിയിരുന്നില്ല ഈ പുതുമുഖം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായികയായി മാറുമെന്ന്. ഭാഗ്യജാതകത്തിന്റെ വിജയത്തോടെ ഷീലയ്ക്ക് മലയാളത്തിൽ അവസരങ്ങൾ തുടരെ ലഭിക്കാൻ തുടങ്ങി. അക്കാലത്ത് മലയാള സിനിമ അതിവേഗം വളരുന്ന ഘട്ടത്തിലായിരുന്നു. കുടുംബകഥകളും സാമൂഹിക സിനിമകളും സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങളും തുടർച്ചയായി പുറത്തിറങ്ങി. അത്തരം ചിത്രങ്ങളിലെ വികാരസമ്പന്നമായ കഥാപാത്രങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിക്കുവാൻ കഴിയുന്ന നടിയെ സംവിധായകർ അന്വേഷിച്ചു. ആ തെരഞ്ഞെടുപ്പ് വളരെ വേഗം ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങി: ഷീല. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അവർ പ്രമുഖ സംവിധായകരുടെ വിശ്വസ്ത നായികയായി. അക്കാലത്തെ പ്രമുഖ സംവിധായകർ വീണ്ടും വീണ്ടും ഷീലയെ അവരുടെ ചിത്രങ്ങളിലേക്ക് ക്ഷണിച്ചു. 1960കളുടെ മധ്യത്തോടെ മറ്റൊരു അതുല്യ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ രൂപപ്പെട്ടു. അത് പ്രേം നസീറും ഷീലയുമായിരുന്നു. പ്രേക്ഷകർ ഈ ജോഡി ഇരുകയും നീട്ടി സ്വീകരിച്ചു. ഇരുവരുടെയും സ്ക്രീൻ കെമിസ്ട്രി അത്ര സ്വാഭാവികമായിരുന്നു. പ്രണയരംഗമായാലും കുടുംബരംഗങ്ങളായാലും വൈകാരിക മുഹൂർത്തങ്ങളായാലും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ ദമ്പതികളെ പോലെയായിരുന്നു. കാലക്രമേണ ഈ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ ഏറ്റവും വിജയകരമായ നായകൻ നായിക കൂട്ടുകെട്ടായി മാറി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കനുസരിച്ച് പ്രേം നസീറും ഷീലയും 107 സിനിമകളിൽ നായകനും നായികയുമായി ഒരുമിച്ച് അഭിനയിച്ചു. ലോക സിനിമയിൽ തന്നെ ഒരു നായകനും ഒരു നായികയും ഇത്രയും ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ച അപൂർവ നേട്ടമാണിത്. ഇന്നും ഈ റെക്കോർഡ് മലയാള സിനിമയുടെ അഭിമാനമായി പറയപ്പെടുന്നു. 1965 മുതൽ 75 വരെയുള്ള കാലഘട്ടം ഷീലയുടെ കരിയറിലെ സുവർണകാലമായിരുന്നു. ഒരു ദിവസം ഒരു സ്റ്റുഡിയോയിൽ രാവിലെ ഷൂട്ടിംഗ്, ഉച്ചയ്ക്ക് മറ്റൊരു സ്റ്റുഡിയോ, വൈകുന്നേരം മൂന്നാമത്തെ സിനിമ. ഇങ്ങനെ ഒരു ദിവസം തന്നെ 3-4 സിനിമകളുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്നത് അക്കാലത്ത് പതിവായിരുന്നു. പലപ്പോഴും ഒരു വർഷം 20-ലധികം സിനിമകളിൽ അവർ അഭിനയിച്ചു. ചില വർഷങ്ങളിൽ അത് അതിലും കൂടുതലായിരുന്നു. അക്കാലത്തെ നിർമ്മാതാക്കൾ തമാശയായി പറയുമായിരുന്നു: ഷീലയുടെ ഡേറ്റ് കിട്ടിയാൽ സിനിമയുടെ പകുതി വിജയം ഉറപ്പാണ്. ഷീലയെ മറ്റുള്ള നായികമാരിൽ നിന്ന് വ്യത്യസ്തയാക്കിയത് അവരുടെ സ്വാഭാവിക അഭിനയമായിരുന്നു. അമിതമായ നാടകീയതയോ കൃത്രിമമായ വികാര പ്രകടനങ്ങളോ ഇല്ലാതെ കഥാപാത്രമായി ജീവിക്കുന്ന രീതിയായിരുന്നു അവരുടെ ശൈലി. കരയുന്ന രംഗങ്ങളിൽ പ്രേക്ഷകരും കരയും, ചിരിക്കുന്ന രംഗങ്ങളിൽ പ്രേക്ഷകരും ചിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയായി മാറി. 1960കളുടെ അവസാനത്തോടെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളായി ഷീല. മാത്രമല്ല, പല സിനിമകളുടെയും പോസ്റ്ററുകളിൽ നായകന്റെ പേരിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെയാണ് ഷീല എന്ന പേര് അച്ചടിച്ചിരുന്നത്. അക്കാലത്ത് വളരെ അപൂർവമായ ഒരു അംഗീകാരമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലാണ് ഷീല അഭിനയിച്ച നിരവധി സിനിമകൾ മലയാള സിനിമകളുടെ ക്ലാസിക്കുകളായി മാറിയത്. ഓളവും തീരവും, ഇതൊക്കെ
ഇതൊക്കെ ഷീലയെ ഒരു ജനപ്രിയ നായികയിൽ നിന്ന് മികച്ച അഭിനേത്രി എന്ന നിലയിലേക്ക് ഉയർത്തി. ഒരു നടിയുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഹിറ്റ് സിനിമകൾ മാത്രമല്ല, കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. 1965 റിലീസ് ചെയ്ത ചെമ്മീൻ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രം തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കിയായിരുന്നു. കറുത്തമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷീല. അവളുടെ പ്രണയവും കടമയും സമൂഹത്തിന്റെ ചട്ടങ്ങളും തമ്മിലുള്ള സംഘർഷം ഷീല അത്രമേൽ സ്വാഭാവികമായി അവതരിപ്പിച്ചു. സത്യൻ അവതരിപ്പിച്ച പളനി, മധു അവതരിപ്പിച്ച പരീക്കുട്ടി, ഷീല അവതരിപ്പിച്ച കറുത്തമ്മ, ഈ 3 കഥാപാത്രങ്ങളും ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ചിത്രം മികച്ച ഫീച്ചർ ഫിലിമിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമയായി ചരിത്രം സൃഷ്ടിച്ചു. 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം മലയാളത്തിലെ ആദ്യ ഹൊറർ സിനിമയായി ഇന്നും അറിയപ്പെടുന്നു. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കിയുള്ളതാണ്. രസകരമായ ഒരു കാര്യം, ഈ സിനിമയിലെ ഭാർഗവി എന്ന കഥാപാത്രത്തിന് ആദ്യം പരിഗണിച്ചത് ഷീലയായിരുന്നു. എന്നാൽ തുടർച്ചയായ ചിത്രീകരണങ്ങളും ഡേറ്റ് പ്രശ്നങ്ങളും കാരണം ആ വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയ് നിർമ്മലയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടം ഭാർഗവിയായിരുന്നു എന്ന് ഷീല തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു നടിയായി എല്ലാ നേടിയ ശേഷവും പലരും വിശ്രമിക്കും, പക്ഷെ ഷീല അങ്ങനെ ആയിരുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വിജയിച്ച അവർ ഇനി ക്യാമറയ്ക്ക് പിന്നിലും തന്റെ കഴിവ് തെളിയിക്കാൻ തീരുമാനിച്ചു. 1970കളുടെ അവസാനത്തിൽ മലയാള സിനിമയിൽ വനിതാ സംവിധായകർ വളരെ വിരളമായിരുന്നു. അത്തരമൊരു കാലത്താണ് ഷീല ധൈര്യപൂർവ്വം സംവിധാന രംഗത്തേക്ക് കടന്നത്. അവർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം യക്ഷഗാനം, പിന്നീട് ശിഖരങ്ങൾ എന്ന ചിത്രവും സംവിധാനം ചെയ്തു. ഈ സിനിമയിൽ ജയനായിരുന്നു നായകൻ. ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും എഴുതിയതും ഷീല തന്നെയായിരുന്നു. ഒരു നടി മാത്രമല്ല, സംവിധായിക, കഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്ന നിലയിലും അവർ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഷീലയുടെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥ എഴുതി മമ്മൂട്ടി നായകനായി 1983 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ചിത്രമാണ് ഒന്ന് ചിരിക്കൂ. 1980കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ പുതിയൊരു തലമുറ എത്തിത്തുടങ്ങി. ഇതിനിടെ ഷീല രവിചന്ദ്രൻ എന്നയാളെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് വിഷ്ണു ജോർജ് എന്ന മകനും ഉണ്ടായിരുന്നു. മകന്റെ കാര്യങ്ങൾ ഭംഗിയായി നോക്കണമെന്ന ചിന്തയും വർഷങ്ങളായുള്ള അഭിനയ ജീവിതത്തിന്റെ തിരക്കും കാരണം അവർക്കൊരു വിശ്രമം വേണമെന്ന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം അവർ സിനിമയിൽ നിന്ന് മാറി നിന്നു. പക്ഷെ പ്രേക്ഷകർ ഒരിക്കലും അവരെ മറന്നില്ല. ടെലിവിഷൻ അഭിമുഖങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ചിത്രരചനയിലൂടെയും അവർ കലാജീവിതവുമായി ബന്ധം നിലനിർത്തി. ഏകദേശം 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2003 മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെയാണ് ഷീല ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. സംവിധാനം നിർവഹിച്ച സത്യൻ അന്തിക്കാട് ഈ സിനിമയിൽ ഷീല അവതരിപ്പിച്ച കഥാപാത്രം പുതിയ തലമുറയ്ക്കും അവരുടെ അഭിനയ മികവ് പരിചയപ്പെടുത്തി. സിനിമ വൻ വിജയമായി. അതോടെ എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു, ഷീലയ്ക്ക് പ്രായമാകാം, പക്ഷെ അഭിനയത്തിന് ഒരിക്കലും പ്രായമാകില്ല. 2004 പുറത്തിറങ്ങി 2005 ദേശീയ പുരസ്കാരത്തിൽ അംഗീകാരം നേടിയ അകലെ എന്ന ചിത്രത്തിലെ പ്രകടനത്തിൽ ഷീലയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഇത് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു. 50 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിന് ശേഷവും അതേ മികവ് നിലനിർത്താൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവായിരുന്നു ആ പുരസ്കാരം. 1969 ആരംഭിച്ച കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ ആദ്യ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഷീലയ്ക്കാണ്. കള്ളിച്ചെല്ലമ്മ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. പിന്നീട് 1971 1976 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വീണ്ടും നേടി. 2003 തിരിച്ചുവരവിന് ശേഷം അകലെ എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. ആകെ 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ അപൂർവ നായികമാരിൽ ഒരാളാണ് ഷീല. 2015 അവർ ഷീല കൊച്ചോസഫുമായി ചേർന്ന് ലേ മെറിഡിയൻ ഹോട്ടലിൽ അവർ സിനിമയിൽ നിന്നുള്ള ഇടവേള കാലത്ത് വരച്ച ചിത്രങ്ങളുടെ വലിയ പ്രദർശനം ആരംഭിച്ചു. 93 ചിത്രങ്ങളാണ് അന്ന് വിറ്റുപോയത്, അതും വലിയ തുകയ്ക്ക്. രവി പിള്ളയടക്കമുള്ള വലിയ ബിസിനസ്സുകാരാണ് അത് വാങ്ങിയത്. അതിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു അവർ. 2019 കേരള സർക്കാർ മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ മാനിച്ച് ഷീലയെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഈ പുരസ്കാരം അവരുടെ 6 പതിറ്റാണ്ടിലേറെ നീണ്ട കലാലയ ജീവിതത്തിനുള്ള അംഗീകാരമായി. ഒരു അഭിനേത്രിയുടെ ജീവിതം സിനിമകളുടെ എണ്ണത്തിൽ അളക്കാനാവില്ല, അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളുടെ ആഴത്തിലാണ് അത് അളക്കേണ്ടത്. ആ മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഷീല ഒരു സാധാരണ നടിയല്ല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ അഭിനേത്രിമാരിൽ ഒരാളാണ്. ഓരോ തലമുറയും പുതിയ നായികമാരെ കണ്ടെത്തും, പുതിയ താരങ്ങൾ വരും, പക്ഷെ ചില പേരുകൾ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. അത്തരം പേരുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഷീലയുടെ സ്ഥാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.